അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. പ്രിയമുള്ളവരെ, വാങ്ങിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് യുവചേതനയുടെ പ്രൗഢോജ്വല പ്രതീകം ഷാഫി പറമ്പിൽ ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ നിങ്ങൾ ഏവരുടെയും അനുഗ്രഹാശിസ്സുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിതാ കടന്നു വരികയായി. പ്രിയമുള്ളവരെ, വടകര പാർലമെന്റ് മണ്ഡലം ഇതാ നിലനിർത്താൻ കടന്നു വരുന്നു ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ എന്നല്ലേ ഷാഫി പറമ്പിൽ MP ആയി മാറാൻ പോകുന്നു. വടകരയുടെ മണ്ണിൽ നിന്ന് കടത്തനാടിന്റെ മണ്ണിലേക്ക്. നിങ്ങൾക്കറിയാമല്ലോ, കരിമ്പനയുടെ നാടായ പാലക്കാട്ട് നിന്ന് കടത്തനാടിന്റെ ഈ ഐശ്വര്യപൂർണമായ മണ്ണിലേക്ക് ഒരു കാലെടുത്തു വെക്കുമ്പോൾ പ്രിയപ്പെട്ട ഷാഫി നമ്മോട് പറഞ്ഞു കഴിഞ്ഞു, അക്രമ രാഷ്ട്രീയത്തിന് ഞങ്ങളെതിരാണ്, വർഗീയ ഫാസിസ്റ്റുകൾക്കെതിരെ ഞങ്ങൾ അണിനിരക്കുകയാണ്. വർഗീയ ഫാസിസ്റ്റുകൾക്കെതിരായുള്ള പോരാട്ടത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ നരേന്ദ്രമോദിയെ താഴെയിറക്കാൻ ഏതറ്റം വരെയും പോരാടുമെന്ന് പ്രഖ്യാപിച്ച ഷാഫി പറമ്പിൽ ഇതാ കടന്നു വരുന്നു. നിങ്ങളുടെ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങാൻ പ്രിയപ്പെട്ടവരെ, നാറാണക്കല്ല് വന്ന ഇടയന്മാരുടെ ഭരണത്തിൽ താക്കീത് കൊടുക്കാൻ നമുക്ക് കിട്ടിയ അവസരം ഉപയോഗിക്കുക. കൈപ്പത്തി അടയാളം ഷാഫി പറമ്പിൽ ഇതാ വരുന്നു. ഈ വാഹനത്തിന് തൊട്ടു പിന്നിലായി ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, 51 വെട്ടുകൾ വെട്ടി നമ്മുടെ നാട്ടിൽ നിന്ന് ഇതാ കടന്നു വരുന്നു. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, ഷാഫിയാണ് താരം. വടകരയുടെ മുക്കിലും മൂലയിലും പിഞ്ചു കുഞ്ഞുങ്ങൾ ഏറ്റുവിളിക്കുന്നു, ഇതാ വരുന്നു ഷാഫി. കടത്തനാടിന്റെ മണ്ണിലേക്ക് കടന്നു വരുന്നു ഷാഫി. നമ്മുടെ പ്രിയങ്കരനായ ഷാഫി കേരളത്തിന്റെ നിയമസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിനെതിരെ ധൈര്യം ആനടിച്ചു പ്രസംഗിക്കുന്ന ഷാഫി. നമ്മുടെ പ്രിയങ്കരനായ ഷാഫി കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ രോമാഞ്ചമായ ഷാഫി. പ്രിയപ്പെട്ട യുവജനങ്ങൾക്ക് വേണ്ടി കേരളത്തിന്റെ നിയമസഭയിൽ ഉത്തരവിറപ്പിച്ച ഷാഫി.
വിജയിക്കുമെന്ന് വ്യക്തമായ തെളിവുകൾ നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ പ്രസംഗം ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നമ്മൾ പ്രത്യേകമായി ആലോചിക്കേണ്ടുന്ന ചില വിഷയങ്ങളുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ മറ്റ് പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിയോജക മണ്ഡലമാണ് വടകര പാർലമെന്റ് നിയോജകം. ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നമുക്ക് നമ്മുടെ രാഷ്ട്രീയ ആശയങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടാകും. ഇവിടെ ഏതെങ്കിലും നാടുവാണി തമ്പുരാക്കന്മാർ ഇവിടെ രക്തസാക്ഷികളാകേണ്ടി വന്നിട്ടുണ്ട്. നിരവധി ആളുകൾ രക്തസാക്ഷിത്വം കഴിഞ്ഞു. ഏറ്റവും ഒടുവിലെ ഒന്ന് രണ്ട് സംഭവങ്ങൾ നമ്മൾ പ്രിയപ്പെട്ട ചന്ദ്രശേഖരന്റെ കൊലപാതകം. ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഈ പാർട്ടി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കെതിരായി, കമ്മ്യൂണിസ്റ്റ് നയങ്ങൾക്കെതിരായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തത്വങ്ങൾക്കെതിരായി പ്രവർത്തിക്കുവാൻ തുടങ്ങിയപ്പോൾ അതിനെതിരെ ജനാധിപത്യ രീതിയിൽ പ്രതികരിച്ചു. ആ പ്രതികരണം ഉണ്ടാക്കി എന്ന ഒറ്റ കാരണം കൊണ്ട് ചന്ദ്രശേഖരൻ ഗുണ്ടകളുടെ അല്ലെങ്കിൽ ഇവിടെയുള്ള CPM ഉദ്ദേശ സംഘത്തിന്റെ ആക്രമണത്തിന് വിധേയമായി കൊല്ലപ്പെട്ട സംഭവം നമുക്കാർക്കും തന്നെ വിസ്മരിക്കാൻ കഴിയും. അദ്ദേഹത്തിന്റെ അഭിവാദ്യങ്ങൾ 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 ഷാഫി പറമ്പിലിന് അഭിവാദ്യങ്ങൾ, നാദാപുരത്തിന് അഭിവാദ്യങ്ങൾ. ഫാസിസ്റ്റുകളെ ചെറുത്തു നിർത്താൻ, മാർക്സിസ്റ്റുകളെ തോൽപ്പിക്കാൻ കാലം തന്നൊരു കനിയാണ് ഷാഫി എന്നൊരു കൊച്ചുമിടുക്കൻ. ഷാഫി എന്നൊരു കൊച്ചുമിടുക്കൻ. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. കൂടെ നടന്നൊരു സഖാവിനെ 51 വെട്ടുകൾ വെട്ടി, 51 വെട്ടുകൾ വെട്ടി കുത്തിമലർത്തി കൊന്നപ്പോൾ അന്നീ നാട് ശപഥം ചെയ്തു. മാർക്സിസ്റ്റുകളാം ഭീകരരെ ഇനി അങ്ങോട്ട് ജയിപ്പിക്കില്ല.